അപ്പോൾ ഗൈസ്, ഞാൻ ആതിര. എന്നെ കുഞ്ചു എന്ന് വിളിച്ചാൽ മതി, എനിക്കതാ ഇഷ്ടം. കുഞ്ചു എന്നുള്ള പേര് എനിക്കിഷ്ടം, വേറെ ഒന്നും വിളിക്കണ്ട. ആതിര എന്നുള്ള പേര് അപ്പി, അത് നമുക്ക് വേണ്ടത് വിട്ടേക്ക്. അപ്പം ഇന്നലത്തെ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താവും എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്, കുവൈറ്റിൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും അധികം പരിചയക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നൊരു ചാനൽ തുടങ്ങാനായിരുന്നു ഞാൻ വിചാരിച്ചത്, ജസ്റ്റ് ബോറിങ്ങൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നലെ എന്തോ തോന്നി, ഇവിടുന്ന് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നിട്ട് അവിടെ പോയി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന്. അപ്പം എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് കൂടെ നിൽക്കണം. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് പറയാൻ എനിക്കെന്തോ ഒരു മടിയും നാണമൊക്കെ ഉണ്ട് ഗൈസ്, എന്താ അറിയില്ല. എന്നാലും കണ്ടറിഞ്ഞ് ചെയ്തേക്കണം. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം അതൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ചായ തിളപ്പിക്കാൻ, അതാണ് ഫസ്റ്റ് ടാർഗറ്റ്. ഇവിടെ നേരത്തെ ചായ ഇട്ട് വെക്കാറുണ്ട്, പക്ഷെ നമ്മൾ മടിയന്മാരായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് കൊണ്ട് അവരാ പരിപാടി അങ്ങ് നിർത്തി. ചായ വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കുടിച്ചോളാനാണ് അനുമാനം. സോറി, മലയാളമൊക്കെ മറന്നു പോയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. എന്നുവെച്ചാൽ ഇംഗ്ലീഷോട്ട് അറിയുമോ, അതുമില്ല. അപ്പം ചായ ഇടാം ഗൈസ്. അപ്പം നമ്മുടെ പാല് തിളച്ച് പൊങ്ങി. ഇതാണ് എൻ്റെ വെല്ലുമ്മച്ചി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന്, ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്ത കുട വന്നിട്ടുണ്ട്. 2 കുടയ്ക്ക് 374. നല്ല കുട കേട്ടോ, അത് നോക്കിക്കോ. അപ്പോൾ നൂർത്ത് കാണിക്കാം. നല്ല ഭംഗിയില്ല ഗൈസ്, പൂക്കുടയാ. എനിക്കിഷ്ടപ്പെട്ടു. അമ്മയ്ക്കും എനിക്ക് പറഞ്ഞോ, എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇതെടുത്തേ. ഇതാണ് അമ്മയുടെ കുട, ഇതെൻ്റെ കുട. എൻ്റെ അല്ല ഗൈസ് ഭംഗി. അപ്പോൾ ഗൈസ്, ചോറുണ്ണാൻ പോവാണ്. ചോറിന് സാമ്പാറും. സത്യത്തിൽ എനിക്ക് അറിയത്തില്ല ഗൈസ്, എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഏതാ ഇടണ്ടേ അങ്ങനെയല്ല, പെട്ടെന്ന് ആദ്യമായിട്ട് തുടങ്ങിയോണ്ടേ. ബട്ട് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ, അതുകൊണ്ട് അങ്ങ് ചെയ്യുക. അമ്മയുടെ സാമ്പാർ നല്ല ടേസ്റ്റുണ്ട്. പയർ മെഴുക്കുവരട്ടി വെല്ലുമ്മച്ചിയുടെ മെഴുക്കുവരട്ടി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നല്ലപോലെ മുളകിടും. അപ്പോൾ എപ്പോൾ കടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. മൊത്തം പച്ചവെറുതെ ഇരിക്കുന്നതുകൊണ്ടേ മുളകാണെങ്കിലും അറിയാണ്ടെങ്കിൽ എടുത്ത് കടിച്ചു പോകും. ഓഹോ, എത്ര അനുഭവം ഉണ്ടായിരുന്നെന്നറിയോ. അപ്പോൾ ചോറ് ഞാൻ കാലിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഈ സൈഡിലിരിക്കുന്ന കണകണ സാധനങ്ങൾ അതൊന്നും ഞാൻ അങ്ങനെ തിന്നാറില്ല. എന്ത് സാധനം കിട്ടിയാലും എൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു കണകണ സാധനം കാണും. അപ്പോൾ പോയി കഴുകി വെച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇനി എനിക്ക് എന്തൊക്കെയോ ചിലക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു. ഇനി രാവിലെ തൊട്ടുള്ള യൂട്യൂബ് അഭ്യാസമാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ആകാംക്ഷ കാണത്തില്ല, അതിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ അതിൻ്റെ ഒരു മുറിപ്പാണ് എനിക്ക്. അപ്പോൾ ശരി ഗൈസ്, ചാർജ് തീർന്നു. ഇനിയിപ്പം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമ്മൾ കൂടുതൽ സുപരിചിതരാകുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.